ഇന്നൊരു അടിപൊളി പ്രോൺസ് ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്, എന്നാലും അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മസാല ഇടാം. മാരിനേഷൻ. ഓക്കെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, യെസ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ ഒരു ലെമൺ, കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഒരു സാധനം കൂടെ ഇടാൻ കേട്ടോ, അത് ഞാൻ ഇട്ടതാണ്. അതാണ് കുരുമുളക്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്യും. മസാല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് പ്രോൺസ് ഗ്രില്ല് ചെയ്യാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതൊരു പാൻ ഫ്രൈ ചെയ്തെടുക്കാം. യെസ്. മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ടൈഗർ പ്രോൺസ് ആണ്, പക്ഷെ നമുക്ക് ഏത് പ്രോൺസും ഇത് യൂസ് ചെയ്യാം. അത് കുക്കാവുന്ന ഒരു സമയം വരെ കാത്തിരിക്കാം. അപ്പോൾ പ്രോൺസ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഉണ്ടോ? സൂപ്പർ. അപ്പം നമുക്ക് ഈ പ്രോൺസ് കുക്കായതിനു ശേഷം ഇതിന് ചെറിയൊരു മസാല അടിക്കാനുണ്ട്. ഒരു കോക്കനട്ട് ഉണ്ട്, ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഒരു കറി സോസ്. കറി സോസ് ലൈറ്റ്, ഒരുപാട് ഗ്രേവി ആയിട്ടല്ല, ഒരു പെരണ്ടിരിക്കുന്ന ഒരു കറി സോസ്. അതിലാണ് നമ്മൾ ഈ പ്രോൺസിനെ കുക്ക് ചെയ്ത് ബെഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അത് ഗാർണിഷ് കൊടുക്കും. അപ്പം നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ വേറെ സാധനം കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, മാംഗോ ചാട്ട്. നമ്മളുടെ കറി പ്രോൺസ് വിത്ത് മാംഗോ ചാട്ട് എന്നാണ് നമ്മുടെ ഡിഷിൻ്റെ പേര്. ഇത് നമ്മുടെ പ്രോൺസ് കുക്കായി ഇനി നമുക്ക് ഇതിൻ്റെ സോസിലേക്ക് പോവാം. കറി സോസ്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് ഓണിയൻ, ചോപ്ഡ് ഓണിയൻ, കുറച്ച് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി. ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ അതിന് ശേഷം നമുക്ക് അതിനകത്ത് കുറച്ച് മസാല കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മളുടെ ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളിടാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി. മസാല ഒന്ന് സോത്തെ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് പഴുത്ത തക്കാളി കൂടെ ആഡ് ചെയ്യാം. ടൊമാറ്റോ. നമ്മളുടെ കറിയുടെ ബേസിക് സോസ് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നതും കറി സോസ് തന്നെയാണ്. ഇനി കുറച്ച് ഉപ്പ്. അപ്പം നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞു, തക്കാളി ഇട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക്. ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ക്രീമി കറി സോസ് റെഡിയായി. നമ്മുടെ ഗ്രിൽ പ്രോൺസ് റെഡിയായി. ഓക്കെ, നമുക്ക് മാംഗോ ചാട്ട് ഉണ്ടാക്കാം. നമ്മളുടെ മാംഗോ ചാട്ട്, അതിലേക്ക് മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, യെസ്, മിക്സർ, ചാറ്റ് മസാല, കൊറിയാണ്ടർ ലീവ്സ്, ഒരു പിഞ്ച് ചില്ലി പൗഡർ, ചോപ്പ് ടൊമാറ്റോ, ലെമൺ ജ്യൂസ്, ഉപ്പ്, സോൾട്ട്, ഒരു ഡ്രോപ്പ് ഓയിൽ. മാംഗോ ചാട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പ്രോൺസ് ഗ്രിൽ ചെയ്തു, മസാല ഉണ്ടാക്കി കഴിഞ്ഞു, ചാട്ട് റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റ് ചെയ്യാം. മാമ്പഴത്തിൽ ചാട്ട് മസാല വീഴുമ്പോൾ ഒരു നല്ലൊരു അരോമയാണ്, അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല, കറി മസാല, കറി പ്രോൺസ് വിത്ത് മാംഗോ ചാട്ട്.
ശരിക്കും ഒരു കറി വിത്ത് നോർത്ത് ഇന്ത്യൻ ചാട്ട്, മാംഗോ ചാട്ട്. എഡിബിൾ ഫ്ലവേഴ്സുകളാണ്. എപ്പോഴും കണ്ണുകൊണ്ടാണ് ആദ്യം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭംഗി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേറ്റിൻ്റെ ഭംഗി, ദെൻ മൂക്ക് സ്മെല്ല്, ദെൻ വായ്. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ കറി പ്രോൺസ് വിത്ത് മാംഗോ ചാട്ട് റെഡി.